ഹലോ. യെസ്, ചരിത്രമുറങ്ങുന്ന ഒരു ബംഗ്ലാവിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ ഞാൻ പോയപ്പോൾ ഈ യോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ ഒരു ലൊക്കേഷൻ മാത്രമായിരുന്നു എനിക്ക്. അത്ര നിസ്സാരമായിട്ടാണ് ഞാനിതിനെ കണ്ടത്. പക്ഷേ അതങ്ങനെയല്ല. ആയിരത്തി 868 മുതൽ ഒരു ചരിത്രം തന്നെ ഈ ബംഗ്ലാവിൽ പറയാനുണ്ട്. അതൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ പൈൻ മരങ്ങളും തേയിലത്തോട്ടത്തിന് മുകളിൽ ഉള്ള ഈ ബംഗ്ലാവ്, ജോൺ ഡാനിയൽ മാൻഡോ പോലുള്ള ആളു താമസിച്ച ബംഗ്ലാവ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങൾ ചെല്ലാൻ പേടിച്ച ഈ ബംഗ്ലാവിൻ്റെ പരിസരത്തൂടെ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ് ഇവിടെ എങ്കിലും ചീവീടിൻ്റെ സൗണ്ട് നമുക്ക് ഒരു നെഗറ്റീവ് ഫീലൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ AVG ഗ്രൂപ്പാണ് സംരക്ഷിച്ച് പോരുന്നത്. ഇത്രയും വർഷം പഴക്കമുള്ള ഈ ബംഗ്ലാവും പരിസരവും അത്രയും ഭംഗിയോടാണ് സംരക്ഷിക്കുന്നത് എന്ന് കാണുമ്പോൾ ഒരഭിമാനമാണ്. കുട്ടിക്കാനത്ത് നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ യോബിൻ്റെ പുസ്തകം, കാണാക്കണ്മണി എന്നീ സിനിമകളിലൂടെ ഈ ബംഗ്ലാവ് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടിക്കാനത്ത് വരുമ്പോൾ ഈ ലൊക്കേഷൻ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നിൽക്കരുത്.